ഹെൽത്തിൽ അറിയിക്കുന്നില്ല. എന്തിനാണ് അറിയിക്കാണ്ടിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഒരു ഫാമിലിയിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽത്തിലുള്ളവരായിക്കോട്ടെ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. പക്ഷെ ആ ഒരു സാമാന്യ മര്യാദ പോലും ഉള്ള ആൾക്കാർ മരിച്ചത്. ഇന്ന് എനിക്ക് ഹെൽത്തിൽ പോയപ്പോൾ അവിടെയുള്ള കൗൺസിലേഴ്സ് എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഞ്ഞപ്പിത്തത്തിന്റെ ഗൗരവം എന്താണ്. പറയുന്നുണ്ടത് മഞ്ഞപ്പിത്തം പകരിലാണ്. അത് ശുദ്ധ പൊട്ട. രാവിലെ തന്നെ കിളി പോയോണാണല്ലോ. ഇന്ന് മോൻ്റെ കുത്തിവെപ്പാ. എനിക്ക് ആലോചിച്ചിട്ട് ബേജാറാണ്. 2 കാൽമലും ഒരു കഴിക്കുക, അതും സ്വന്തം അമ്മ തന്നെ മടിയിൽ വെക്കണമല്ലോ. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്താ മേള ഉണ്ടാകുക എന്ന് എനിക്ക് ഓർമ്മല്ല. ആധാർ എടുക്കണം അക്ഷയാണ്. കോപ്പി ഉണ്ടല്ലോ, ഫയലുണ്ട്. നമ്മളന്ന് പിന്നെ ബാങ്കിൽ വേണ്ടി എടുത്തപ്പോ 2 എണ്ണം എടുത്തില്ല, അതിന് 1 അതിലുണ്ട്. അല്ല നിങ്ങൾക്ക് അന്ന് തന്നിട്ട്, പക്ഷെ ഞാൻ ഫയലിൽ വെച്ചില്ല. അതില് പോയി നോക്ക്. രാവിലെ എണീച്ചപ്പോ തൊട്ട് ആശാൻ കിളി പോയി കിടക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് കുത്തിവെപ്പായിട്ട് എല്ലാരും പറഞ്ഞ് നല്ല പേടിപ്പിച്ചിരിക്കുന്നു. ചെറുത് 2 ദിവസത്തേക്ക് ഭയങ്കര ഇതായിരിക്കും, അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആകെ കിളി മാറി നിൽക്കുകയാണ്. എന്താവുന്ന് അറിയൂല, നമുക്ക് നോക്കാം. ഏതായാലും കിട്ടിയോ? കിട്ടിയില്ല. നമുക്ക് അക്ഷയം അത് കിട്ടിയില്ല. കാണുന്നില്ല എന്ന് പറഞ്ഞ സാധനം കേട്ടോ. കിളി പോയിട്ട് എന്താ പറയാ, കണ്ടുപിടിക്കാനാകുന്നില്ല. അതാണ്. ഓയ് കിളി മാറി നടന്ന ഇങ്ങനൊക്കെയാണ്. ഓ ആല് എന്നിട്ട് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. മുട്ടാഞ്ചേരി കീലങ്ങനെ റോഡുണ്ട്. ആറാമ്പുറത്തൂടെ ആയില്ലെങ്ങനെ അപ്പൊ നമ്മളിന്ന് മോന് പോളിയോ കൊടുക്കാൻ പോവാണ്. പോളിയോ തന്നെയല്ലേ അമ്മ? കുത്തിവെപ്പല്ലല്ലോ, പോളിയോന്നും പറയല്ലേ? 1.5 മാസത്തിലെ കുത്തിവെപ്പ് വെക്കാൻ പോവാണ്. ഇപ്പം നല്ല ഉറക്കാണ്. ഇനിയിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എന്താവും ഒന്നും അറിയില്ല. നമ്മളിവിടെ മുട്ടാഞ്ചേരിയുള്ള ഹെൽത്ത് സെൻ്ററിലേക്കാണ് വെക്കാൻ പോണത്. നമുക്ക് അവിടെ പോയി നോക്കാം. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നമ്മളെത്തി. ഇവിടെ ഞാൻ എത്രയോ കാലമായി വന്നിട്ട് ഈ ഹെൽത്ത് സെൻ്ററിൽ. കൊടുവള്ളി പിന്നെയും പോകലുണ്ട്. എൻ്റെ അമ്മയും കുഞ്ഞും കാർഡ് എടുത്തില്ല. എൻ്റെ വീട്ടിലാണുള്ളത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു കേസായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ കാർഡ് ആൾക്കാരത്തേക്ക് കൊണ്ട് ഡിസ്ചാർജ് കാർഡ്, ആധാർ കാർഡ് ഉണ്ട്. ആധാർ കാർഡ് അതിന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ കയറ്റാനല്ലോ ചോദിക്കും. ഓരോ മക്കൾ കരിയുന്നുണ്ട്. വെക്കാനുള്ള കുട്ടി കൂളായിട്ട് കിടന്നുറങ്ങുകയാണ്. ഇവിടെ ഒരാളുടെ ഇങ്ങനെ മുക്കി കുറേ നേരമായി കയറിയിട്ട് എന്തോ ക്ലാസ് നടക്കുന്നുണ്ടോക്കെ അവിടുന്ന്. നൗഷി പണിക്കുപോയി. എനിക്ക് വാവനെ കാണണ്ടേ? ഞാൻ വിചാരിച്ചു വാവനെ കാണാനായിക്ക് ഓടി വന്ന്. വാവനെ കാണണ്ട.
മുബിക്ക അറിയാണോ അല്ലെ എനിക്ക് എന്റെ മോൻ എങ്ങനെങ്കിലും ഒന്ന് കാണാം. ചാവി അന്നെ ഞാൻ യൂട്യൂബിലിടട്ടെ. മോന് 2.5 മില്ലി മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോമഡി എന്താന്ന് വെച്ചാല് മോൻ ആദ്യം ഇടത്തെ ഭാഗത്ത് സൂചി വെച്ചപ്പോ ഒറ്റ കരിച്ചിലായിരുന്നു. പിന്നെ അവൻ ഉറങ്ങിപ്പോയേ. പിന്നെ കഴിഞ്ഞ് വലത്തെ ഭാഗത്താ സൂചി വെച്ചത്. വലത്തെ ഭാഗത്ത് വെക്കുമ്പോ നല്ല കരിച്ചിൽ, സങ്കടം, എന്റെ കണ്ണൊക്കെ വെള്ളം വന്നോയെ. ഓൺ ദി സ്പോട്ടിൽ ഓൻ ഉറങ്ങി. അപ്പൊ ഒരു വേദനായി. അമ്മ നേഴ്സ് ചോദിക്കുകയാണ് ഇവരെന്താ എത്ര സൂചി വെച്ചു ഒരു കുൽക്കോലാത്ത, പിന്നെ ഉറങ്ങി പോവുകയാണല്ലോ. അങ്ങനെ മൂന്നാമത്തെ കാൽമൻ വെച്ച്, മൂന്നാമത്തെ കാൽമത്താണോ കുറച്ച് അത്യാവശ്യം നല്ലോണം കരിഞ്ഞിക്കണേ. അത് കഴിഞ്ഞ് ഞാൻ ഒക്കത്തേക്ക് ഇട്ടോ പിന്നെ ഉറങ്ങി. അവൻ നേഴ്സറി എല്ലാ മക്കളും നല്ല കരിച്ചില്ല. അവനെ ഉറക്ക് കഴിഞ്ഞിട്ടോളൂ, വേറെ എന്തോ ഉള്ളൂ. രാത്രിയാണ് വേദന വരിക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം മരുന്ന് കൊടുക്കാറുണ്ട്. വേദന കുറയെങ്കിലും പാരസെറ്റമോൾ ചുടുവെള്ളത്തിൽ കയറ്റിയാലത് നിർത്തിയാണല്ലോ മരുന്ന് കൊടുക്കുന്നത്. എടാ ആ മരുന്ന് എവിടെ? 5 കിലോ അത്യാവശ്യം ഉണ്ട്. ഞാൻ ഉമ്മ എന്നോട് വെയിറ്റ് കുറഞ്ഞാണ്. അപ്പൊ ഞാൻ ബേജാറായി. ഉമ്മയെ അവന് വെയിറ്റ് കുറഞ്ഞേ. തുറക്കാൻ കിട്ടാത്ത കത്തിയോണ്ടായി. മറ്റേ എനിക്കിന്റെ ഓർമ്മ തന്നെ ഈ സെലിബ്രിറ്റിയിലെ വയ്യാളൊക്കെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കൂലേ. അതുകൊണ്ട് ഞാനായിട്ടാ പോണ എന്റെ വയ്യാളെ ക്യാമറയും കൊണ്ട് നടക്കുന്നു. ഹെൽത്ത് സെന്ററിൽ നിന്ന് വീഡിയോ എടുക്കും എല്ലാവരും നമ്മളങ്ങനെ ശ്രദ്ധിക്കും. അപ്പൊ എനിക്ക് കുറവായിരുന്നു. എന്റെ എപ്പോഴുള്ളവള് പറയണേ എടോ കണ്ട പരിചയം എനിക്കുണ്ട്. അപ്പൊ എനിക്കാണ് പറയണമെന്നുണ്ട്. അതിനിപ്പോ വീഡിയോയിലാണോ ഞാൻ ചോദിച്ചു. എന്നെ സ്വയം പൊക്കണ്ട. നേഴ്സിനോട് ചോദിച്ചു, അവിടെയുള്ള വെള്ള നേഴ്സിന്റെ എന്നോട് എനിക്ക് ഗൾഫിലല്ല അതിനോ എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ അല്ലേ എന്താ സെലിബ്രേറ്റ് ചെയ്യാണ്ടില്ലേ കിട്ടുന്നില്ലേ. വീഡിയോ എടുത്ത് കണ്ടത് തുറന്നേരി തിരിഞ്ഞ് നാശാക്കിക്കണേ. സിമ്പിൾ. ഞാന് മുക്കാല് ഞാൻ പൊട്ടി അതൊന്നുമില്ല. പിന്നെ ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ തുറക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. കുപ്പി എങ്ങാൻ പറയില്ല ഞാന്. നല്ലത് ഇത് എല്ലാ ഇങ്ങനത്തെ മൂടിന്റെ ഇത് ഇങ്ങനത്തെ അല്ലേ 2.5 എന്ന് പറയുമ്പോ എങ്ങനാ അളവ്? ഇല്ല, ഇതില് ഫുള്ള് 0.3 അങ്ങനാണല്ലോ. ഇവിടെ എടുക്കണ്ട. ഓന്റെ മുഖം തന്നെ ഹൈഡാക്കും. അച്ചോനെ നിങ്ങൾ ആരാണെന്ന് വിചാരിക്കണ്ടോ? വീഡിയോ എടുക്കണേ എപ്പോഴും ഒരാൾക്ക് നോക്കലേ ഞാൻ സുന്ദരിയാണോ, എന്റെ ഇവിടെ അതായിക്കുന്നോ, എന്റെ ഇവിടെ അതായിക്കുന്നോ, ഇതൊക്കെയാണ് ഒരാളെ പരിപാടി. പിന്നെ നമ്മള് ഇന്ന് പോളിയോ ഒക്കെ കൊടുത്ത് നമ്മള് തിരിച്ചു പോകുന്നു. അപ്പോൾ പോളിയോ കൊടുക്കാൻ പോയപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന വിവരം അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ മഞ്ഞപ്പിത്തം ഭയങ്കരമായിട്ട് പടരുന്നുണ്ട് നമ്മളെ ഈ ഏരിയയിലൊക്കെ, പ്രത്യേകിച്ച് വീടിന്റെ. അല്ല, ഞാൻ അമ്മയും കുഞ്ഞും കാർഡ് എടുത്തില്ലേന്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് അമ്മയും കുഞ്ഞും കാർഡ് എടുക്കാത്തതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും മഞ്ഞപ്പിത്തുണ്ട്, കുറച്ച് ആൾക്കാർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബുക്ക് എടുക്കാൻ. ഞാൻ അടുത്ത പ്രാവശ്യം ബുക്കിൽ ചേർത്താന്ന് വെച്ചപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ കള്ളിക്കൂടൻ ഭാഗത്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ ആർക്കൊക്കെ ഉണ്ടെന്ന് വെച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അനിയത്തിക്കും ഉണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ താത്തൻ്റെ ഹസ്ബൻഡിനും, പിന്നെ താത്തൻ്റെ ഹസ്ബൻഡിൻ്റെ മൂക്കുമാണ് വന്നത്. അപ്പോൾ ഓല് പറഞ്ഞ് എന്നാ അനിയത്തിക്ക് വന്നത് ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് മഞ്ഞപ്പിത്തം വന്ന് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരാളിൽ നിന്നും ആ ഒരാളിലൂടെ ആ മഞ്ഞപ്പിത്തം അങ്ങ് മാറണം. ബാക്കിയുള്ള ആൾക്കാർക്ക് പടരുന്ന രീതിയിൽ ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് മഞ്ഞപ്പിത്തം പകരിലാണ്. അത് ശുദ്ധ പൊട്ടത്തരാണ്. ഇന്ന് എനിക്ക് ഹെൽത്തിൽ പോയപ്പോൾ അവിടെയുള്ള കൗൺസിലേഴ്സ് എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഞ്ഞപ്പിത്തത്തിന്റെ ഗൗരവം എന്താണ്. ഞങ്ങളെ പഞ്ചായത്തിൽ 2 ആൾക്കാരാണ് 25 ആ ഒരു ഏജിലുള്ള ആൾക്കാർ മരിച്ചത്.
പിന്നെ ലാസ്റ്റ് അത് കഴിഞ്ഞപ്പോൾ പ്രൊഫസർ ഞങ്ങളെ വിളിച്ചു വരുത്തി അവിടുന്ന് ഡോക്ടർ, അതായത് ആ ഇതിൻ്റെ ഓഫീസർ ഓർ വിളിച്ചു പറഞ്ഞ് ഇപ്പം കുറേ ഡോക്ടർമാർ എന്താ പറയുക ചെറിയ ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ചില ഡോക്ടർമാരൊക്കെ അവിടുന്ന് തന്നെ ചികിത്സിച്ച് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ 3000-ന്റെ മുകളിൽ കഴിഞ്ഞാൽ ഓൾക്ക് മസ്റ്റാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക. അത് ചെയ്യാണ്ട് ഇവിടുന്ന് തന്നെ ക്ലിനിക്കിൽ നിന്ന് തന്നെ മരുന്ന് കയറ്റി ഞാൻ താത്തിയിട്ട് ഉള്ള ഒരുപാട് കേസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തെളിവൊക്കെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലിനിക്കുകൾ കൂട്ടാനുള്ള രീതിയിലേക്കുള്ള കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ പ്രൊഫസർ പറയുന്നത്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക. ഹെൽത്തുകാരൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. കാരണം ചിലവരൊക്കെ മഞ്ഞപ്പിത്തം വന്നാൽ എന്തായിക്കോട്ടെ, ഈ ഡെങ്കിപ്പനി അങ്ങനത്തെ എന്ത് അസുഖം വന്നാലും കൊറോണ വരെ വന്നു കഴിഞ്ഞാൽ ഹെൽത്തിൽ അറിയിക്കുന്നില്ല. എന്തിനാണ് അറിയിക്കാണ്ടിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു ഫാമിലിയിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്തിലുള്ളവരായിക്കോട്ടെ ഹെൽത്തിലുള്ളവരായിക്കോട്ടെ നമുക്ക് വേറൊരാൾക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. പക്ഷെ ആ ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അഥവാ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അത്രയും കൗൺസിലിംഗ് കൊടുത്താലും അതിന് ഒരു നെവർ മൈൻഡ്, ഒരു കാര്യഗൗരവം വെക്കാണ്ടാണ് ചിലർ പെരുമാറുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ആ ഫാമിലിയിൽ മൊത്തം മഞ്ഞപ്പിത്തം പകരുന്നത്. മഞ്ഞപ്പിത്തം എന്നില്ല, നമ്മളൊരു കൊറോണ വന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു, ഒരാൾക്ക് കൊറോണ വന്നാൽ ഒറ്റ റൂമിൽ ക്വാറന്റൈനിൽ ഇരിപ്പിക്കുകയായിരുന്നു. അതെന്തിനാണ്? നമ്മൾ ഇമോഷൻ വെച്ച് കളിക്കരുത്. എന്താ എൻ്റെ മോളല്ലേ, അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരും, ഞാൻ ഓളെ ഒറ്റപ്പെടുത്തില്ല. അങ്ങനെയല്ല. മഞ്ഞപ്പിത്തവും കൊറോണയൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് വന്നാൽ ആ ആളിൽ തന്നെ മാറ്റാനല്ല നമ്മൾ ശ്രമിക്കേണ്ടി. വേറെ എല്ലാവർക്കും പകർത്തിയിട്ട് വേറെ എല്ലാവരെയും കഷ്ടപ്പെടുത്തണോ? ഞാനെങ്ങനെ വിചാരിക്കും, നിങ്ങളെങ്ങനെ വിചാരിക്കുക? എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുക ഞാൻ കാരണം വേറൊരാൾക്കും പകരരുത്. ഞാൻ അതിന് എവിടെ ഹെൽത്തിലാണോ എവിടെ ആയാലും ഞാൻ അത് പോയി അറിയിക്കും. എനിക്കിതാണ് പറയാനുള്ളത്. ഹെൽത്തുകാർ അത്രയും കഷ്ടപ്പെട്ടിട്ട് കൗൺസിലിങ്ങും ക്ലാസ്സും ഒക്കെ വീട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് വന്ന് തരുന്നത് നമ്മുടെ എല്ലാവരെയും ജീവന് വേണ്ടിയിട്ടാണ്. ഓലിപ്പോൾ നമുക്ക് 2 കൗൺസിലിംഗ് തന്നെന്ന് വിചാരിച്ച് ഓൾക്ക് ഒന്നും നേടാനില്ല. നമ്മുടെ അസുഖം നമുക്ക് പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓല് കഷ്ടപ്പെടുന്നത്. പിന്നെ ഞാൻ അറിയുന്ന ഒരാളുണ്ടായിരുന്നു, ഓലെ ഇളയ മോക്ക് അങ്ങനെ മഞ്ഞപ്പിത്തം വന്നിട്ട് പിന്നെന്താ പറഞ്ഞാൽ അറിയോ, എൻ്റെ മോളെങ്കിൽ ഒറ്റപ്പെടുത്താൻ കഴിയൂല, ഞാൻ എൻ്റെ മോളെ പറഞ്ഞ കെടുക്കളി അങ്ങനെയാണ് ഇങ്ങനെയാണ്. ചെറിയ മക്കളൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. ഈ ജനിച്ച മക്കളൊക്കെ 1-2 മാസമായ മക്കൾക്ക് എന്തോ അറിയോ, ഓൽക്കൊക്കെ എന്തോ വന്നാൽ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യമോ? NICയിലൊക്കെ ഇടുന്നത് നമ്മളെ കണ്ണോട് കാണണ്ടേ? വലിയ ആൾക്കാർക്ക് വന്നാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മഞ്ഞപ്പിത്തത്തിൻ്റെ ഗൗരവം എന്താണ്. ഇപ്പോഴും ചില ഡോക്ടർമാർ മഞ്ഞപ്പിത്തം പകരില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക ബുദ്ധിയില്ലാത്ത ആ ബുദ്ധിയിൽ ആൾക്കാർ ചിന്തിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഗൗരവം നല്ല ഏതെങ്കിലും ഒരു കൗൺസിലർ എടുത്തോ, നല്ല ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ഗൗരവമുള്ള ആരെടുത്തെങ്കിലും പോയി ചോദിക്കുക മഞ്ഞപ്പിത്തം പകരോ ഇല്ലേ. അല്ലാണ്ട് മനസ്സിൽ ഒരു ചിന്ത തന്നെ വെച്ച് പകരൂല എന്നുള്ള ആ പൊട്ടത്തരം മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റുക. എന്നിട്ട് എന്താ സംഭവിച്ചാൽ അറിയോ, അങ്ങനെ എന്താ പറയുക, ഞാൻ എൻ്റെ മോളെ ഒറ്റപ്പെടുത്തൂല ആക്കൂല എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഓൾക്ക് സംഭവിച്ചു പറഞ്ഞാൽ ഓലെ വീട്ടിൽ എല്ലാവർക്കും മഞ്ഞപ്പിത്തം വന്ന്. എന്നിട്ട് ഓല് പറയുന്നത് മഞ്ഞപ്പിത്തം പകരില്ല, വേറെ എവിടെയെങ്കിലും കിട്ടൂലേ. ഇങ്ങനത്തെ എന്താ പറയുക കോമഡി ആൾക്കാർ, ഇങ്ങനത്തെ കോമഡി ആൾക്കാർ ഇങ്ങനെ വൈകാരികമാണല്ലോ. ഇങ്ങനത്തെ കോമഡി ആൾക്കാർ നമ്മളെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മഞ്ഞപ്പിത്തം നിസാരമായിട്ട് കാണണ്ട. നമ്മളെ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ 2 ആൾക്കാർ മരണപ്പെട്ടിരിക്കണ് ഈ അടുത്തായിട്ട് മഞ്ഞപ്പിത്തം കാരണം. മഞ്ഞപ്പിത്തത്തിലാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് പറയാനുള്ളത്. മഞ്ഞപ്പിത്തം ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദയവ് ഇത് ഹെൽത്തിൽ അറിയിക്കുക. ഓല് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. മഞ്ഞപ്പിത്തം എന്താ ഉണ്ടായത് അറിയോ, ഇപ്പോൾ മഞ്ഞപ്പിത്തം ഒരു വീട്ടിൽ റിപ്പോർട്ട് ചെയ്യായിട്ട് ഓൽക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട്. അതായത് ഒരു വീട്ടിൽ 3 ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം വന്ന് ആദ്യം വന്ന ആളത് റിപ്പോർട്ട് ചെയ്യായിട്ട് അങ്ങനെ കുറേ കേസുകൾ ഇപ്പോൾ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ജീവിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ.